نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ പലതരത്തിലുള്ളതാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് നന്ദിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, നിർബന്ധമാണ്. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത വിധം അത്രയും അധികമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇങ്ങനെ ധാരാളമായി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓരോ മനുഷ്യരും. ഈ കൂട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപിടിച്ച ഒന്നാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. ഈ സന്താനങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനർഘമായ, വിലമതിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അനുഗ്രഹവും നിഅമത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മറ്റെല്ലാം അവന് നഷ്ടപ്പെട്ടാലും അതെല്ലാം കൊടുത്തുകൊണ്ട് തന്റെ സന്താനങ്ങളുടെ നഷ്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവർ അവന് വേർപെട്ടു പോകുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ മനുഷ്യൻ അതിന് തയ്യാറാകും. നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊടുക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ കൊടുത്താലും നമ്മുടെ ഈ മക്കളെ വീണ്ടുകിട്ടുമെങ്കിൽ, നഷ്ടപ്പെടാനിരിക്കുന്ന മക്കളെ വീണ്ടുകിട്ടുമെങ്കിൽ ഓരോരുത്തരും അതിന് സന്നദ്ധമാകും. അത്രയും ഏറെ പ്രാധാന്യമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ മക്കൾക്ക് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മക്കളെ വളർത്തുക, അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിചരിക്കുക, അവരുടെ ഭാവി ജീവിതം ഭംഗിയാക്കി തീർക്കുക, ഇതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം നമ്മൾ കണ്ടെത്തുന്നത്. അതിനാണ് നമ്മുടെ ജീവിതത്തെ നാം ഒഴിഞ്ഞുവെക്കുകയും ചെയ്യുന്നത്. ചെറിയ ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിക്കപ്പെടുകയാണ്. ഈ കുട്ടിയെ വലുതാക്കി അവന് ഒരു ഭാവി സുരക്ഷിതമാക്കി അങ്ങനെ അവന്റെ ജീവിതത്തെ നന്നാക്കി തീർക്കുക എന്നുള്ളതിലാണ് പിന്നീട് മാതാപിതാക്കളുടെ ശ്രദ്ധ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നത് നമ്മെ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുമ്പോൾ അത് അവരെ ബാധിക്കുന്നതിലേറെ നമ്മെയാണ് ബാധിക്കുക.
അവർക്ക് വേണ്ടി ഉറക്കൊഴിക്കലും, അവർക്ക് വേണ്ടി മരുന്ന് തേടിപ്പിടിക്കലും, അവർക്ക് വേണ്ടി ഡോക്ടർമാരെ കാണേണ്ടതും, ഇതെല്ലാം തന്നെ മാതാപിതാക്കളാണ് രോഗബാധിതരായ മക്കളെക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി ചെയ്യുന്നത് എന്ന് നമുക്ക് അനുഭവമാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബലി കൊടുത്തിട്ടാണ് എങ്കിൽ പോലും നിലനിർത്താനും സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവനും അവരുടെ ഭാവിയും ആയിരിക്കും. ഇത് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ ജീവജാലങ്ങളിലെയും ഒരു പ്രതിഭാസവുമാണ്. മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ ജന്തുജാലങ്ങളിലും ഈ ഒരു പ്രകൃതവും ഈ ഒരു സ്വഭാവവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ കുട്ടികളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ, ദ്രോഹിക്കുകയാണ് എങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം പാടുപെടുന്ന ജീവികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ രൂപത്തിലുള്ള ഒരു ബന്ധം, ഈ രൂപത്തിലുള്ള ഒരു എന്തെന്നില്ലാത്ത തരത്തിലുള്ള ഒരു ഇഷ്ടവും വാത്സല്യവും മക്കളുടെ നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രകൃതിയിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വർഗങ്ങളുടെ സംരക്ഷണത്തിനുമൊക്കെ അനിവാര്യമായ ഒരു വ്യവസ്ഥ എന്നുള്ള രൂപത്തിലാണ് അതിനെ ഈ പ്രകൃതിയിൽ നിലനിർത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അവന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവേണ്ട ചിന്തയും അവനുണ്ടാവേണ്ട ശ്രദ്ധയും ഒരു പടി കൂടി മുൻകടന്നതാണ്, മുന്നോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാവരും അവരവരുടെ മക്കളുടെ ഐഹിക ജീവിതം നന്നാക്കി തീർക്കാൻ, അവിടെ അവർക്ക് സന്തോഷം ഉണ്ടാവാൻ, അവിടെ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഒരു ജീവിതം ആസ്വദിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പ്ലാനിടുകയും ആസൂത്രണങ്ങൾ നടത്തുകയും അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതുമാണ്. അതിന് ആരും തന്നെ എതിരല്ല. അഥവാ എതിർക്കുകയാണ് എങ്കിൽ അത് മനുഷ്യന്റെ പ്രകൃതിയുടെ തന്നെ താൽപര്യത്തിന് വിരുദ്ധമായ തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായും ഓരോ മനുഷ്യരും ഓരോ ജീവജാലങ്ങളും അവരുടെ മക്കളുടെ നേരെ, സന്താനങ്ങളുടെ നേരെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ഇതിൽ നിന്ന് ഒരടി കൂടി മുന്നോട്ട് പോയി പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഈ ഐഹികമായ ജീവിതത്തിലും അതിന്റെ ഭാവിക്കും വേണ്ടി എത്ര കണ്ട് ശ്രദ്ധിക്കുകയും പാടുപെടുകയും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവോ, അതിനേക്കാളെല്ലാം ഉപരിയായി വേറെ ഒരു വശമുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും അതിനാവശ്യമായ ഒരുക്കങ്ങളും അതിനാവശ്യമായ സംവിധാനങ്ങളും നിങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട്. അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായി മനസ്സിലാക്കുന്ന, സ്വന്തം ജീവനേക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ മക്കൾ അവരുടെ ശാശ്വതമായ ജീവിതം നഷ്ടപ്പെട്ടു പോവാനും പരാജയപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വശം നിങ്ങൾ കാര്യമായി ഓർമ്മിക്കുകയും അതിന് നിങ്ങൾ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ എന്ന് വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനുകളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചു എന്ന് പറയുന്ന ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നാളെ പരലോകത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കാൻ, രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. മനുഷ്യരെ ഇട്ട് കത്തിക്കുന്ന ആ നരകം എന്ന് പറയുന്നത് അസഹ്യമായ രീതിയിലുള്ള, ഒരിക്കലും തന്നെ അനുഭവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള കടുത്ത ഒരു ശിക്ഷയുടെ രീതിയാണ്, ശിക്ഷയുടെ സങ്കേതമാണ്. അതിൽ പോയി ചാടുന്നതിൽ നിന്ന് നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം, മോചിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നു. അത് പ്രത്യേകമായ ഒരു ഉപദേശം ആവശ്യമില്ലാത്ത വിധം നമ്മുടെ ഘടനയിലും നമ്മുടെ പ്രവർത്തനത്തിലും നാം അതിന് സ്ഥാനവും അതിന് പ്രാധാന്യവും കൽപ്പിക്കുന്നു. അത് നിങ്ങൾ ചെയ്യേണ്ടതുമാണ്. അത് പ്രത്യേകം ഉണർത്തേണ്ട ആവശ്യമുള്ളൊരു കാര്യമല്ല. പക്ഷെ അതോടൊപ്പം അതിനേക്കാൾ അപ്പുറമുള്ള, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പുറത്തുണ്ട്. അത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിരുത്തുകയും ആ വിഷയത്തിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറന്നുപോവാൻ സാധ്യതയുള്ള, വിസ്മരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ പെട്ടെന്നുള്ള അനുഭവങ്ങളാണ് അവനെ പലപ്പോഴും അവന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുക. എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കുന്നതും കൺമുന്നിൽ കാണാൻ സാധിക്കുന്നതുമായ സൗകര്യങ്ങളിലേക്കാണ് ആളുകൾ പെട്ടെന്ന് എടുത്തു ചാടുക. കുറെ ദീർഘമായിട്ടുള്ളതും കുറെ കാലത്തിന് ശേഷം വരാൻ പോകുന്നതുമായ അത്തരം കാര്യങ്ങളിലേക്ക് അവൻ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രത്യേകം ഉണർത്തി അതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് എന്തു വേണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു ആദർശത്തെ മുറുകെ പിടിച്ചുവോ, ഏതൊരു ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുവോ, ഏതൊരു ദീനനുസരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്നുവോ, ആ ദീന് ഈ വരും തലമുറയും അതേപടി പിന്തുടരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അവർക്ക് കൂടി ഈ സന്മാർഗം എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മാർഗമായി ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ ദീനെ മുറുകെ പിടിക്കുന്നു, അള്ളാഹുവിന്റെ കിതാബിനെ നമ്മൾ മുറുകെ പിടിക്കുന്നു, പ്രവാചകനെ നമ്മൾ പിന്തുടരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. ആ ദീനിന്റെ കടമകൾ, ബാധ്യതകൾ, അത് നിർദ്ദേശിച്ചതായ നിർദ്ദേശങ്ങളും കൽപ്പനകളും, അത് നിരോധിച്ചതായ നിരോധങ്ങളും പാടില്ലാത്ത കാര്യങ്ങളുമൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇത് നിങ്ങളിൽ മാത്രം ഉണ്ടായാൽ പോരാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, വരുന്ന തലമുറയെയും ഇതനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. അവർക്കും നിങ്ങളുടെ ഈ സന്മാർഗം നിങ്ങൾ കൈമാറേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഈ ദീനിന്റെ അനുയായികളായിക്കൊണ്ട് ജീവിച്ച് അവന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും നേടാൻ അവർക്കും സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ അവർ നിങ്ങളോടൊപ്പം, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് അർഹരാകുന്നതിന് വേണ്ടിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അത് നേടിയെടുക്കാൻ സാധിച്ചു, അതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ സങ്കല്പിക്കുക. അതിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ നിങ്ങളുടെ കുടുംബങ്ങൾ കൂടി ഉണ്ടാവണമെങ്കിൽ അവരെ കൂടി നിങ്ങൾ ഈ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയുന്നു. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. സത്യവിശ്വാസികൾ, ആ സത്യവിശ്വാസികളുടെ സന്താനങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത മാതൃകയാണ് പിന്തുടരുന്നത് എങ്കിൽ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, അവരുടെ അതേ വിശ്വാസങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ വിശ്വാസങ്ങളിലൂടെ തന്നെയാണ് അവരുടെ പിൻഗാമികളായ വരും തലമുറയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ സന്താനങ്ങളെയും അവർക്ക് നാം ചേർത്തു കൊടുക്കുന്നതാണ്. എങ്ങോട്ടാണോ അവർ പോകുന്നത്, ഏത് സ്വർഗത്തിലേക്കാണോ അവർ പോകുന്നത്, ആ സ്വർഗത്തിലേക്ക് അവരോടൊപ്പം പോകാൻ ഈ സന്താനങ്ങൾക്ക് കൂടി നാം ഭാഗ്യം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നു. അപ്പോൾ ഇതേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവൻ എത്ര കണ്ട് മക്കളെ സ്നേഹിക്കുന്നു, സന്താനങ്ങളെയും കുടുംബത്തെയും സ്നേഹിക്കുന്നു, ഈ കുടുംബങ്ങളും മക്കളും മരണത്തോടുകൂടി അവനോട് വേർപ്പെടരുത് എന്നും മരണാനന്തരവും അവന്റെ കൂടെ തന്നെ അവരും ഉണ്ടാവണം എന്നുമാണ് അവന്റെ താല്പര്യമെങ്കിൽ, അതാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ കാര്യത്തിൽ കൂടി അവൻ അല്പം ശ്രദ്ധിക്കുകയും അതിൽ മനസ്സിരുത്തുകയും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. നമ്മുടെ മക്കളെ നമ്മുടെ മരണാനന്തരം ആ സ്വർഗത്തിൽ പോവാൻ നമ്മളോടൊപ്പം ഭാഗ്യം സിദ്ധിച്ചവരാവണം, നമുക്കും അതിന് ഭാഗ്യമുണ്ടാവണം. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ പിന്തുടരുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ പ്രാർത്ഥന അമ്പിയാക്കന്മാരടക്കമുള്ളവർ ചെയ്തിരുന്നതാണ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് പോവാൻ അള്ളാഹുവേ നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന അമ്പിയാക്കന്മാരടക്കം ചെയ്തിരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും നടത്തിയ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും പ്രാർത്ഥനകളാണ് ഉദ്ധരിക്കുന്നത്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, രക്ഷിതാവേ നാഥ, ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൽപ്പനകളൊക്കെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ, തൗഫീഖ് നൽകണമേ. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ മക്കളും നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നിലകൊള്ളാൻ നിന്റെ അതേ മാർഗത്തിലൂടെ തന്നെ നീ കൽപ്പിച്ചതുപോലെ ജീവിച്ചു മരിക്കുന്നവരാവാൻ നീ അനുഗ്രഹിക്കണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും പ്രാർത്ഥന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്തായിരിക്കും, എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ഔസേനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അങ്ങനെയാണ് എന്ന് ഒരു വിശ്വാസിയുടെ മാതൃക സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ആ പ്രാർത്ഥനയിൽ പറയുന്നത് റബ്ബി ഔസേനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു തോന്നൽ എനിക്ക് സദാ ഉണ്ടാക്കി തരണമേ എന്നുള്ളതാണ്. നീ എന്റെ മനസ്സിൽ നിന്ന് നിന്നെ സംബന്ധിച്ചുള്ള ചിന്തയും ഓർമ്മയും ഒരിക്കലും നീ എടുത്തു കളയരുത്. ഏത് കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോഴും, ഏത് സുഖങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോഴും, ഏത് സന്തോഷങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോഴും ഒക്കെ ആരാണ് എനിക്ക് ഈ സന്തോഷം നൽകിയത്, ആ റബ്ബിന് നന്ദി ചെയ്യാനുള്ള ഒരു വികാരം എന്റെ മനസ്സിൽ നീ നിലനിർത്തണമേ. സാമ്പത്തികമായി എനിക്ക് ഔദാര്യം ചൊരിഞ്ഞ രക്ഷിതാവ്, എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത രക്ഷിതാവ്, സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എനിക്ക് പെരുമാറുന്ന ഭാര്യയെയും കുട്ടികളെയും പ്രദാനം ചെയ്ത എന്റെ രക്ഷിതാവ്, എന്നോടെപ്പോഴും തന്നെ വാത്സല്യങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തരികയും എന്നെ ഉപദേശിക്കുകയും എനിക്ക് ആവശ്യമായ മാർഗദർശനം നൽകി എന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ എന്നെ സഹായിക്കുകയും ചെയ്ത എന്റെ മാതാപിതാക്കന്മാർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എന്റെ സഹോദരീ സഹോദരന്മാർ, അതുപോലെ വളരെ സന്തോഷകരമായ രീതിയിൽ വളരെ മനസ്സാന്നിധ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നിർവഹിക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് പ്രദാനം ചെയ്ത എന്റെ നാഥൻ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇതിനെല്ലാം തന്നെ ആരാണ് നൽകിയത്, ഏത് സൃഷ്ടികർത്താവാണ് ഇതിന്റെ പിന്നിലുള്ളത്, അവനോടുള്ള നന്ദി, അവനോടുള്ള കൃതജ്ഞത നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് അവന് നന്ദികേട് കാണിക്കാൻ അവന് ലജ്ജ തോന്നുന്നു. ആരോഗ്യം നൽകിയ രക്ഷിതാവ്, ആ ആരോഗ്യത്തെ ഞാൻ തെറ്റായ വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ആരോഗ്യം നൽകിയ രക്ഷിതാവ് ഈ ആരോഗ്യത്തെ ഇന്ന രൂപത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇന്ന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവന് തികച്ചും എതിരായ ഘടകവിരുദ്ധമായ മാർഗത്തിലൂടെയാണ്. നന്ദികേടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സമ്പത്ത് നൽകിയ നാഥൻ ആ സമ്പത്ത് ഇന്ന രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്നും ഇന്നതൊക്കെയാണ് നിനക്ക് ഹലാലി എന്നും ഇന്നതൊക്കെ ഹറാമാണ് എന്നും എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഈ സമ്പത്ത് ഞാൻ എന്റെ തോന്നിയാസത്തിനും എന്റെ ധൂർത്തിനും വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നന്ദികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് നാണക്കേട് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ അവന് കൽപ്പിച്ചതുപോലെ അവന് നന്ദി കാണിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ഒരു വികാരം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഒരു കാര്യമാണ്, എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരാൾ സമ്പന്നനാകുന്നതോടുകൂടി അയാളെല്ലാം മറന്നുകൊണ്ട് അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടും ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങളും ദുർവൃത്തികളും നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ഒരു വിശ്വാസി, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരു സൃഷ്ടി, അവന്റെ നിലപാട് മാറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എന്റെ മാതാപിതാക്കന്മാർക്കും എനിക്കും നീ ചൊരിഞ്ഞു തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം തന്നെ നന്ദി കാണിക്കാനുള്ള ഒരു ബോധം, അതിനുള്ള ഒരു മനസ്സ് എനിക്ക് നീ ഉണ്ടാക്കി തരണമേ. അതോടൊപ്പം അവൻ പ്രാർത്ഥിക്കുന്നു, എനിക്കും എന്റെ മാതാപിതാക്കന്മാർക്കുമൊക്കെ നീ ഔദാര്യം നൽകിയതുപോലെ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നതുപോലെ എന്റെ വാസിലഹലി ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളെ കൂടി നീ നന്നാക്കി തീർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. വിശ്വാസികൾ മുഴുവൻ തന്നെ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ, രക്ഷിതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുട്ടികൾ, ഈ കുട്ടികളെല്ലാം തന്നെ ശരിക്കും നിന്നെ ഭയപ്പെട്ടുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ദീനീയായ ജീവിതം നയിച്ചുകൊണ്ടുമുള്ള ഒരു കൺകുളിർമ നൽകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചു തരണമേ എന്നാണ് വിശ്വാസികളുടെ മുഴുവൻ പ്രാർത്ഥന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രത്യേകമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഇത് ഓരോരുത്തരും തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, അവരുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വലിയ മേഖലയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കേവലം പ്രാർത്ഥനകൾ കൊണ്ട് വരും തലമുറ നന്നായി തീരുകയില്ല, നമ്മുടെ മക്കൾ നന്നായി തീരുകയില്ല. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര ഉണ്ടായാലും ശരി, ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന കൂടി വേണം എന്ന് നമ്മോട് പറഞ്ഞത്. അപ്പോൾ രക്ഷിതാക്കന്മാർ ഒരു പക്ഷേ ധാരാളമായി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ഏർപ്പാടുകൾ അയാൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും, സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അവരുടെ മക്കളും അല്ലെങ്കിൽ കുടുംബങ്ങളുമൊക്കെ മോശമായ രീതിയിൽ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടാവാം. അപ്പൊ അവിടെ അള്ളാഹുവിനോട് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഈ പ്രവർത്തനത്തോടൊപ്പം വേണം. പക്ഷെ ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മാതാപിതാക്കന്മാരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വളരെ വലുതാണ്. അവരെ നിസ്സാരമായി കൊണ്ട് തള്ളേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, അവരെ ഇസ്ലാമികമായി വളരാനും ഇസ്ലാമികമായിട്ട് തന്നെ ആ സംസ്കാരം കാത്തു സൂക്ഷിക്കാനും ഈ സാധ്യമാകണമെന്നുണ്ട് എങ്കിൽ വളരെ ആദ്യം മുതൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ സംസ്കരണത്തിലും അവരുടെ സ്വഭാവങ്ങൾ കരുപ്പിടിപ്പിക്കുന്നതിലും സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലുമൊക്കെ മാതാപിതാക്കന്മാരുടെയും കുടുംബത്തിന്റെയും സ്വാധീനം വളരെ വലുതാണ്. എല്ലാ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയും സത്യവുമാണത്. മാതാപിതാക്കൾ, കുടുംബം, ഏതൊരു കുടുംബ പശ്ചാത്തലത്തിലാണോ കുട്ടികൾ വളരുന്നത്, ആ കുടുംബത്തിന്റെ സ്വാധീനം ഈ കുട്ടികളിലും കുടുംബത്തിലും വളരെ നിറഞ്ഞു നിൽക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒരു പ്രത്യേക ഇസ്ലാമിക സംസ്കാരത്തിലും ഇസ്ലാമിക ബോധത്തോടുകൂടിയും അള്ളാനെ പേടിച്ചുകൊണ്ടും ദീനീയായ ചിട്ടകൾ പാലിച്ചുകൊണ്ടുമുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും ചെറുപ്പം മുതൽ തന്നെ ആ രൂപത്തിലുള്ള ഒരു ശിക്ഷണവും ആ രൂപത്തിലുള്ള ഒരു തർബിയത്തും നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര,
ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത്. പിന്നീട് അവന്റെ മാതാപിതാക്കന്മാർ ഏതൊരു രൂപത്തിൽ ഈ കുട്ടിയെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊരു രൂപത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുവോ, ആ ഒരു രൂപവും ആ ഒരു കോലവും ഈ കുട്ടികൾക്ക് ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കന്മാരുടെ പങ്ക് ഈ വിഷയത്തിൽ നിർണായകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമികമായ ശിക്ഷണം വേണം. അവര് നമുക്ക് മരണാനന്തരവും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു സാലിഹായ മകനായിട്ടും സാലിഹായ സന്താനമായിട്ടും മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചെറുപ്പം മുതൽ തന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ പിറകോട്ട് പോവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ അവധിക്കാലമാണ്. അവധിക്കാലം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായും വേനൽക്കാലത്തിന്റെ ഈ സാഹചര്യത്തിൽ അവർക്ക് ഒഴിവുകൾ ലഭിക്കുന്നു. അങ്ങനെ 1 മാസം 2 മാസവും അതിൽ കൂടുതലുമൊക്കെ സമയങ്ങൾ അവർ ഫ്രീ ആയിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പരീക്ഷകളെല്ലാം തന്നെ കഴിഞ്ഞു. അപ്പൊ ആ പരീക്ഷകളും അതിൻ്റെതായ കോലാഹലങ്ങളുമെല്ലാം അവസാനിച്ച് ഒന്ന് ഫ്രീ ആയ ഒരു രൂപത്തിലാണ് മിക്കവാറും നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഒരു ഫ്രീ ആയ സമയം ലഭിക്കുമ്പോൾ ഈ കുട്ടികളുടെ നേരെ മാതാപിതാക്കന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ശ്രദ്ധ ഊന്നുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അവരുടെ ഈ ഫ്രീ സമയം, ഈ ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ ഏത് രൂപത്തിൽ വിനിയോഗിക്കണം, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും വ്യക്തമായ തരത്തിലുള്ള ചില പ്ലാനിങ്ങുകളൊക്കെ തീർച്ചയായും തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. സ്വാഭാവികമായും കുട്ടികൾ കുറെ കൂടി ഒന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി നിൽക്കാനും അതുപോലെ തന്നെ ഒന്നുകൂടി ഇങ്ങനെ വിദ്യാലയങ്ങളുടെ ആ പിടുത്തത്തിൽ നിന്നും ആ രൂപത്തിലുള്ള ഒരു അസ്വാതന്ത്ര്യത്തിൽ നിന്നുമൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒഴിവുകാലങ്ങളിൽ പൂർണ്ണമായും കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിടുകയും അവരവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെയേറെ അപകടം ചെയ്യുകയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ കുട്ടികളുടെ ശിക്ഷണത്തിൽ ഗുരുതരമായ തരത്തിലുള്ള തകരാറുകൾ വരുത്തുകയും ചെയ്യും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായ ചില ആസൂത്രണങ്ങൾ നമുക്ക് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പൊതുവായ ആപത്ത്, നമ്മുടെ കുട്ടികൾക്ക് ദീനിനെ സംബന്ധിച്ചൊന്നും തന്നെ അറിഞ്ഞുകൂടാ. ദീനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ സൗകര്യവുമില്ല, പഠിക്കാനുള്ള അവസരങ്ങളുമില്ല. ഇത് സാധാരണ നമ്മൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ നമ്മൾ തെരഞ്ഞെടുത്താലും കാണുന്ന ഒരു അവസ്ഥയാണ് എന്നത് ഒരു സത്യമാണ്. നേരത്തെ പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന ഒരു മതബോധമോ മതവിദ്യാഭ്യാസമോ ആ ഒരു അളവനുസരിച്ചോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് കൊടുക്കാൻ സാധ്യമല്ല. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ രീതികൾ മാറി, അവിടെ പഠിക്കാനുള്ള വിഷയങ്ങളുടെ ആധിക്യമുണ്ടായി, ആ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം വളരെയേറെ ശക്തിപ്പെട്ടു, മത്സരങ്ങൾ വർദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഭൗതിക വിദ്യാഭ്യാസം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ആ ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം കൂടി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൂടി ഈ രംഗത്ത് ഈ മത്സരക്കളരിയിലേക്ക് പറഞ്ഞയക്കാനും അതിൽ ഏറ്റവും മികച്ച റാങ്കുകൾ നേടാനുമൊക്കെ അവരെ പ്രേരിപ്പിക്കാനും നിർബന്ധമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ നമ്മുടെ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാനോ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനോ പ്രവാചകചര്യയെ സംബന്ധിച്ച് പഠിപ്പിക്കാനോ നിസ്കാരത്തിലെയും അതുപോലെയുള്ള ഇബാദത്തുകളുടെയും പ്രാർത്ഥനകളും അതിന്റെ ദിക്റുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനോ ഇസ്ലാമികമായ ജീവിത രീതിയിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാനോ ഒന്നും തന്നെ അവസരങ്ങളില്ല. അതിനൊന്നും തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ ദീനിനെ സംബന്ധിച്ച് അവർക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ. ഈ ദീനിനെതിരായിട്ടും മതത്തിനെതിരായിട്ടും പ്രത്യേകിച്ചും ഇസ്ലാമികമായ
സമ്പ്രദായങ്ങൾക്ക് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ആണെങ്കിൽ ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലും കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ എതിർപ്പുകളും ആക്രമണങ്ങളും ഒരു ഭാഗത്ത് വർദ്ധിക്കുകയും ഇതിന്റെ ആളുകൾക്ക് പെട്ടെന്ന് ഈ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനോ ശത്രുക്കളുടെ വിമർശനങ്ങളെ ചെറുക്കാനോ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിലാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നത്ര മതപരമായ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് ആ ശിക്ഷണങ്ങൾ കൊടുക്കാനും ഒക്കെ ഈ ഒഴിവുകാലങ്ങൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്ന് ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം കുട്ടികൾക്ക് ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഖുർആൻ അവർക്ക് ഓതാൻ പഠിപ്പിക്കുക, ഖുർആനിന്റെ പ്രാഥമികമായ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളും ആ മറ്റുമൊക്കെ അവർക്ക് മനഃപ്പാടമാക്കുക, ചെറിയ ചെറിയ സൂറത്തുകളും നമസ്കാരത്തിൽ അവർ ഓതേണ്ടതായ സൂറത്തുകളും ഒക്കെ മനഃപ്പാടമാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, നബിവചനങ്ങൾ, ഹദീസുകളൊക്കെ കുറച്ച് അവരെ പഠിപ്പിക്കുകയും ആ വിഷയകമായി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില ഹദീസുകളൊക്കെ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഈ ഇസ്ലാമിന്റേതായ സ്വഭാവചര്യകളും സംസ്കാരവും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതുമായ വിജ്ഞാനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ അതിന് ഇത്തരത്തിലുള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി യോഗ്യരായ ട്യൂഷനൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി അങ്ങനെ കുറെ മണിക്കൂറുകൾ ഓരോ ദിവസത്തിലും അതിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ചെയ്യേണ്ടതാണ്. മാതാപിതാക്കന്മാരുടെ ബാധ്യതയാണത് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് അങ്ങനെ ആളുകളെ ട്യൂഷൻ അതിനുള്ള അധ്യാപകന്മാരെയും മറ്റൊക്കെ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ, അല്ലെങ്കിൽ കുറെ കുട്ടികളെ വെച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായി ഈ രൂപത്തിലുള്ള വല്ല കോച്ചിങ്ങുകളോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിദ്യാഭ്യാസമോ നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേനൽക്കാലത്ത് പല സ്ഥലങ്ങളിലും ക്യാമ്പുകളുണ്ട്. 2 മാസം, 2 ആഴ്ചയും 3 ആഴ്ചയും അല്ലെങ്കിൽ ഒരു മാസവുമൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിജ്ഞാനീയങ്ങളൊക്കെ ആളുകൾക്ക് ഒരു അത്യാവശ്യമായ രീതിയിൽ പകർന്നു കൊടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ പല സ്ഥലത്തും തന്നെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരം ക്യാമ്പുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാനും അവർക്കതിൽ താല്പര്യമുണ്ടാക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഒഴിവുകാലം അവർ കളിയിലും വിനോദത്തിലുമൊക്കെ ഇങ്ങനെ പാഴാക്കിക്കളയുകയും അത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു തീരാ നഷ്ടമായി തീരുകയും ചെയ്യും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒഴിവു സമയങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള അധ്യാപന സമ്പ്രദായങ്ങളോ ക്യാമ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ ഒരു വശത്ത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്ലാസിന്റെയും പഠനത്തിന്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് മടുത്തുകൊണ്ടുവരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരല്പമൊക്കെ ഒരു സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വിനോദമോ അല്ലെങ്കിൽ കായികമോ അല്ലെങ്കിൽ കലാപരമോ ഒക്കെ ആയിട്ടുള്ള പല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ടായിരിക്കും, പല താല്പര്യങ്ങളും ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റുന്ന രീതിയിലുള്ള പരിപാടികളും ഇസ്ലാമിക സംഘടനകളും മറ്റുമൊക്കെ ഈ ഒഴിവുകാലത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള കലാപരമായിട്ടുള്ള പരിപാടി 2-3 ദിവസങ്ങളിലൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള കലാപരവും അതുപോലെ സാംസ്കാരികവും ഒക്കെ ആയ പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അത്തരം പരിപാടികളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ദീനീയായ ഒരു ജീവിതം പരിശീലിക്കാൻ അവർക്ക് സാധിക്കും. നമസ്കാരമൊക്കെ കൃത്യമായി കൊണ്ട് അനുഷ്ഠിക്കുക, ജമാഅത്തായി കൊണ്ട് അനുഷ്ഠിക്കുക, അതേപോലെ തന്നെ അതിന്റെ ഇടയ്ക്കുള്ള വിജ്ഞാനപ്രദമായ ചില ക്ലാസുകളും മറ്റുമൊക്കെ അതിൽ ഹാജരായിക്കൊണ്ട് ആ രൂപത്തിലുള്ള വിജ്ഞാനങ്ങൾ സമ്പാദിക്കുക. അതോടൊപ്പം ഓരോ കുട്ടികളിലും ഒളിഞ്ഞുകിടക്കുന്ന തരത്തിലുള്ള കലാപരവും കായികവുമായ കഴിവുകൾ കണ്ടെത്തി ആ രംഗത്ത് അവർക്ക് പ്രോത്സാഹനവും അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഇതും തന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതിനെല്ലാം തന്നെ വളരെ ആസൂത്രണത്തോടുകൂടി നമ്മുടെ കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുകയും ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ പല തകരാറുകളും സംഭവിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പ്രത്യേകമായി കണ്ണ് തുറന്നു വെക്കേണ്ടത്. അതായത് കുട്ടികളുടെ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തന്നെ വളരെ ഗൗരവത്തിൽ നമ്മളത് കാണേണ്ടതുണ്ട്. കുട്ടികൾ എവിടെ പോകുന്നു, ഒഴിവു സമയത്ത് ആരുടെ കൂടെയാണ്,
എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഇതിനെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിക്കാത്തതിന്റെ പേരിൽ പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ അവരെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എവിടെയാണ് അവർ പോകുന്നത്? ഏത് സമയത്താണ് പോകുന്നത്? രാത്രി സമയങ്ങൾ, അസമയങ്ങൾ, മഗ്‌രിബിനൊക്കെ ശേഷം കുട്ടികൾ പുറത്തു പോയിട്ടാണോ നിൽക്കുന്നത്? ആരുടെ കൂടെയാണ് അവർ കഴിച്ചുകൂട്ടുന്നത്? എന്താണ് അവർ കാണുന്നത്? ഇതൊക്കെ എന്താണ് അവർ ചെയ്യുന്നത്? ഇതിനെ സംബന്ധിച്ചൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിന് രക്ഷിതാക്കന്മാർ വിട്ടുകൊടുക്കുകയും അതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നീട് ഈ കുട്ടികൾ അവരെ എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടോ, അല്ലെങ്കിൽ ആ രൂപം മദ്യപാനികളായിക്കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ദുർവൃത്തികളിൽ ഏർപ്പെടുന്നവരായിക്കൊണ്ടോ ഒക്കെ ആയി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരാണ് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ? ആരുടെ കൂടെയാണ് അവർ പോകുന്നത്? അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ നൽകുന്നതിനേക്കാളോ കൂടുതൽ കാശ് വരുന്നുണ്ടോ? എവിടെ നിന്നാണ് അവർക്ക് കാശ് കിട്ടുന്നത്? അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഇന്ന് അനാവശ്യമായ രീതിയിൽ മൊബൈൽ പോലെയുള്ള ഒരു സംസ്കാരങ്ങൾ, ആ മൊബൈലിന്റെ സംസ്കാരവും ആ മൊബൈലിന്റെ സാധ്യതകളും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മൊബൈലുകളും അങ്ങനത്തെ അതിന്റെ ഉപയോഗവും ആ രൂപത്തിൽ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും ഒക്കെ കേടുവരുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് പോലെയുള്ള ഉപകരണങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് നൽകി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടികളും അതിന്റെ ദുരുപയോഗവും ഒക്കെ വളരെയേറെ സാംസ്കാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ എവിടെയാണുള്ളത്, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ശക്തമായ നിരീക്ഷണവും ശക്തമായ ഒരു അവലോകനവും മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയായി തീരുകയുള്ളൂ. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയത്തിഹി, നിങ്ങൾ ഓരോരുത്തരും തന്നെ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ളവരെ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ ഒഴിവു സമയങ്ങൾ, അവരുടെ വിനോദങ്ങൾ, അവരുടെ മറ്റ് പരിപാടികൾ ഇതൊക്കെ എന്താണ് എന്ന് നിരീക്ഷിക്കുകയും അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരവും സ്വഭാവവും ഉള്ളവരാക്കി ദീനിനെ മുറുകെ പിടിക്കുന്നവരാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കന്മാരുടെ ബാധ്യതയാണ്, രക്ഷിതാക്കന്മാരുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെയും ഇബാദത്തുകളുടെയും കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടോ? ജമാഅത്ത് നമസ്കാരങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഓരോ നമസ്കാരവും കൃത്യമായും കണിശമായിട്ടും അവർ പാലിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ ചിന്തിക്കാതെ കണ്ട് കുട്ടികളെ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിൽ തീർച്ചയായും തന്നെ ഈ കുട്ടികൾ അവരുടെ പേരിൽ നമ്മൾ കണ്ണീരൊലിപ്പിക്കേണ്ടതായ അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് രക്ഷിതാക്കന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഇത്തരത്തിലുള്ള വിനാശങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഏത് സന്ദർഭത്തിലും മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ.